Hello dears, welcome to the class. Today we are going to discuss about our textbook activities. Okay, let's start our class. Complete the boxes. തന്നിരിക്കുന്ന ബോക്സ് കംപ്ലീറ്റ് ചെയ്യാനാണ്. ആദ്യത്തേത് നോക്കൂ. 2 + 2 + 2 3 തവണ 2 എഴുതി ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതിനർത്ഥം എന്താണ്? 3 × 2 3 പ്രാവശ്യം 2. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനിൽ എഴുതുമ്പോൾ 3 × 2 = 6 അല്ലേ? ഇനി അടുത്തത് 2 എന്ന് തന്നിട്ടുള്ളൂ. അപ്പോൾ 1 × 2 ഒരു പ്രാവശ്യം 2. അതെങ്ങനെ മൾട്ടിപ്ലിക്കേഷനിൽ എഴുതും? 1 × 2 = 2. അടുത്തത് 5 × 2 5 പ്രാവശ്യം 2 എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ 5 × 2 = 10 ആൻസർ. നെക്സ്റ്റ് നമുക്ക് 6 × 2 എന്നാണ് തന്നിരിക്കുന്നത്. അതിനർത്ഥം 6 × 2 6 പ്രാവശ്യം 2 എഴുതി അഡീഷൻ ചെയ്തിട്ടുണ്ട്. 6 × 2 6 പ്രാവശ്യം 2 6 × 2 = 12. നെക്സ്റ്റ് 8 × 2 എന്നാണ് തന്നിരിക്കുന്നത്. 8 പ്രാവശ്യം 2 അപ്പോൾ 8 പ്രാവശ്യം 2 എഴുതി അഡീഷൻ ചെയ്തു. 8 × 2 = 16. നെക്സ്റ്റ് 2 + 2 എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ? അതിനർത്ഥം 2 × 2 2 × 2 = 4. നെക്സ്റ്റ് തന്നിരിക്കുന്നത് 4 × 2 എന്നാണ്. അതിനർത്ഥം 4 × 2 4 പ്രാവശ്യം 2 = 8. അടുത്തത് 7 × 2 7 × 2 = 14. നെക്സ്റ്റ് 9 × 2 9 × 2 എഴുതി അഡീഷൻ ചെയ്തു. 9 × 2 = 18. നെക്സ്റ്റ് 20 എന്ന ആൻസർ തന്നിരിക്കുന്നു. അതിനർത്ഥം 10 × 2 10 × 2 = 20. ഈ വർക്ക്ഷീറ്റ് നോക്കൂ. 3 × 2 എത്രയാണ്? 3 × 2 പ്ലസ് 5 × 2 5 × 2 = 8 × 2. 3 × 2ഉം 5 × 2ഉം അഡീഷൻ ചെയ്തപ്പോൾ നമുക്ക് 8 × 2 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ 3 × 2 പ്ലസ് 5 × 2 = 8 × 2 ആൻസർ വരുന്നത് 16. ഇനി നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 + 2 എന്ന് പറഞ്ഞാൽ അതിന് മീനിങ് എന്താണ്? 2 × 2 അല്ലേ? 2 പ്രാവശ്യം 2 പ്ലസ് 3 × 2 3 പ്രാവശ്യം 2. അപ്പോൾ 2 × 2 എന്ന് പറഞ്ഞാൽ 4 3 × 2 എന്ന് പറഞ്ഞാൽ 6. ഇനി രണ്ടും കൂടി അഡീഷൻ ചെയ്യുമ്പോൾ എത്രയാണ്? 2 + 3 5 ആണ് അല്ലേ? 5 × 2 5 പ്രാവശ്യം 2 ആൻസർ വരുന്നത് 10. നെക്സ്റ്റ് 5 × 2 ആണ് തന്നിരിക്കുന്നത്. അഡീഷനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനിൽ എഴുതുമ്പോൾ 5 × 2 = 10. നെക്സ്റ്റ് 2 + 2 ആണ്. അതിന് മീനിങ് 2 × 2 2 × 2 എന്നാണ് അർത്ഥം അല്ലേ? അപ്പോൾ 4 രണ്ടും കൂടി അഡീഷൻ ചെയ്യുമ്പോൾ 5 + 2 7 7 × 2 7 × 2 = 14. ഫിൽ ഇൻ ദ ബോക്സസ്. കുറച്ച് ബട്ടൺസ് ആണ് തന്നിരിക്കുന്നത്. എത്ര ബട്ടൺസ് ഉണ്ട്? 1 2 3 4 4 ബട്ടൺസിൽ ഓരോ ബട്ടൺസിലും 2 ഹോൾസ് ആണ് ഉള്ളത് അല്ലേ? അപ്പോൾ 4 × 2 4 ബട്ടണിലും 2 ഹോൾസ് വീതമുണ്ട്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനിൽ എഴുതുമ്പോൾ 4 × 2 അഡീഷനിൽ എഴുതുമ്പോഴോ 2 + 2 + 2 + 2 = 8. നെക്സ്റ്റ് നോക്കൂ. 3 × 2 6. നെക്സ്റ്റ് 5 × 2 അപ്പോൾ 5 × 2 എന്ന് എഴുതി അഡീഷൻ ചെയ്യണം. ആൻസർ വരുന്നത് 10. നെക്സ്റ്റ് എത്രയാണ് തന്നിരിക്കുന്നത്? 6 × 2 ആണ്. 6 × 2 = 12. ബാക്കി നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ആൻസർ മാത്രം തന്നിരിക്കുന്നു. അപ്പോൾ അത് നോക്കി ബാക്കിയുള്ള ബട്ടണും വരച്ചു ചേർക്കണം. അപ്പോൾ ആൻസർ 16 എന്ന് തന്നിരിക്കുന്നു. അപ്പോൾ എത്രയാണ്? 8 × 2 8 × 2 ആണ്. ആൻസർ വരുന്നത് 16. അടുത്തത് 20 10 ബട്ടൺസ് ആണ്. അതിൽ 2 ഹോൾസ് വീതം 10 × 2 10 × 2 എഴുതി അഡീഷൻ ചെയ്യണം. ആൻസർ 20.
നെക്സ്റ്റ് 2 എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ 1 ഇൻറ്റു 2 ഈക്വൽ ടു 2. നെക്സ്റ്റ് ആൻസർ തന്നിരിക്കുന്നത് 14 എന്നാണ്. അപ്പോൾ അതിനർത്ഥം 7 ഇൻറ്റു 2, 7 ടൈംസ് 2 ആണ് 14 വരുന്നത്. നെക്സ്റ്റ് 18 വരുമ്പോൾ 9 ഇൻറ്റു 2 അല്ലേ, 9 ബട്ടൺസിന് 2 ഹോൾസ് വീതം 9 ടൈംസ് 2 എഴുതി അഡീഷൻ ചെയ്യണം. അപ്പോൾ നമുക്ക് 18 എന്ന ആൻസർ കിട്ടും. നെക്സ്റ്റ് 2 ഇൻറ്റു 2, ആൻസർ 4 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 2 ടൈംസ് 2, 2 ബട്ടൺ അതിന് 2 ഹോൾസ് വീതം. അപ്പോൾ 2 + 2 ഈക്വൽ ടു 4. Fill in the empty boxes. See how balls are stacked in the math lab. Fill in the empty boxes. എങ്ങനെയാണ് മാത്ത് ലാബിൽ ബോൾ അടക്കി വെച്ചിരിക്കുന്നത്? 1 ടൈംസ് 5, ഒരു സമയം 5, ആദ്യത്തേത് അല്ലേ. നെക്സ്റ്റ് 2 ടൈംസ് 5, 2 പ്രാവശ്യം 5. അപ്പോൾ അതിനർത്ഥം 2 ഇൻറ്റു 5 ഈക്വൽ ടു 10. 3 ടൈംസ് 5, 3 ഇൻറ്റു 5 ഈക്വൽ ടു 15. 4 ടൈംസ് 5, 4 ഇൻറ്റു 5 ഈക്വൽ ടു 20. 5 ടൈംസ് 5, 5 ഇൻറ്റു 5 ഈക്വൽ ടു 25. നെക്സ്റ്റ് 6 ടൈംസ് 5, 6 പ്രാവശ്യം 5 ബോൾസ് അടുക്കി വെച്ചിരിക്കുന്നു. 6 ഇൻറ്റു 5 ഈക്വൽ ടു 30. 7 ടൈംസ് 5, 7 ഇൻറ്റു 5 ഈക്വൽ ടു 35. 8 ടൈംസ് 5, 8 ഇൻറ്റു 5 ഈക്വൽ ടു 40. 9 ടൈംസ് 5, 9 ഇൻറ്റു 5 ഈക്വൽ ടു 45. 10 ടൈംസ് 5, 10 ഇൻറ്റു 5 ഈക്വൽ ടു 50. കംപ്ലീറ്റ് ദ നമ്പർ ചെയിൻസ്. ഒരു നമ്പർ ചെയിൻ കംപ്ലീറ്റ് ചെയ്യാനാണ്. 5, 10, 15, 20, 25. എത്രയാണ് അതിനുള്ള ഡിഫറൻസ് വരുന്നത്? 5 കഴിഞ്ഞാൽ 5 കൂടി ആഡ് ചെയ്താലാണ് നമുക്ക് 10 കിട്ടുന്നത് അല്ലേ. അതിൻ്റെ കൂടെ 5 ആഡ് ചെയ്യുമ്പോൾ 15, പിന്നെ 20, 25, 30, 35, 40. 5 ആണ് കൂടി വരുന്നത് അല്ലേ. അപ്പോൾ 40 കഴിഞ്ഞാൽ പിന്നെ 45, 50, 55, 60, 65 അഡീഷൻ ചെയ്ത് 5 ആഡ് ചെയ്ത് പോകണം. നെക്സ്റ്റ് 50 കഴിഞ്ഞാൽ 55 ആണ്. ഇതും 5 ആണ് അഡീഷൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ 50ക്ക് മുൻപ് വരുമ്പോൾ എത്രയായിരിക്കും? 5 കുറവായിരിക്കും അല്ലേ. 45, 40. അപ്പോൾ 40, 45, 50, 55, 60, 65, 70, 75. അപ്പോൾ 3 പാറ്റേണിലും 5 ഡിഫറൻസ് ആണ് വരുന്നത്. 5 ആഡ് ചെയ്ത് പോകുന്നതാണ്. കംപ്ലീറ്റ് ദ പാറ്റേൺ. 2, 4, 6, 8. 2 കഴിഞ്ഞാൽ 2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. അതിനോട് 2 കൂട്ടുമ്പോൾ 6. അപ്പോൾ 2 അഡീഷൻ ചെയ്യണം. 8 കഴിഞ്ഞാൽ പിന്നെ 10, 10 + 2, 12. 2, 4, 6, 8, 10, 12. നെക്സ്റ്റ് 5, 10, 15. 5 ആണ് അഡീഷൻ ചെയ്യേണ്ടത്. 20, 25, 30. ഇനി 3, 6, 9. 3 + 3, 6. 6 + 3, 9. 9 + 3, 12. അപ്പോൾ നെക്സ്റ്റ് 15, 18. 3 ആണ് ഡിഫറൻസ് അല്ലേ. അഡീഷൻ ചെയ്യേണ്ടത് 3 ആണ്. നെക്സ്റ്റ് 6, 12, 18. എത്രയാണ് ഡിഫറൻസ് വരുന്നത്? 6 + 6, 12. 12 + 6, 18. 18 + 6, 24. 24 + 6, 30. 30 + 6, 36. ഇനി 32, 16. 32-ൽ നിന്ന് 16 ഡിക്രീസ് ചെയ്യുകയാണ്, കുറയുകയാണ് അല്ലേ. 32 - 16, 16. പിന്നെ 16-ൽ നിന്ന് എത്രയാണ്? 8 ആണ്. അപ്പോൾ 16-ൻ്റെ പകുതിയാണ് 8. അപ്പോൾ 8-ൻ്റെ പകുതിയാണ് 4. ഇനി നമ്മൾ എഴുതേണ്ടത് 4-ൻ്റെ പകുതി ഹാഫാണ് 2, 2-ൻ്റെ ഹാഫാണ് 1. അപ്പോൾ ലാസ്റ്റത്തെ പാറ്റേണിൽ ഓരോന്നിൻ്റെയും ഹാഫാണ് കുറഞ്ഞു വരുന്നത്. 32-ൻ്റെ ഹാഫാണ് 16, 16-ൻ്റെ ഹാഫാണ് 8, 8-ൻ്റെ ഹാഫ് 4, 4-ൻ്റേത് 2, 2-ൻ്റേത് 1. നമ്പർ ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. 20 ആണ് തന്നിരിക്കുന്നത്. ഡിഫറെൻറ്റ് വേയ്സിൽ എഴുതണം. അതിൽ 10 × 2, 20.
പിന്നെ തന്നിരിക്കുന്നത് 2 + 2 + 2 എന്ന് തന്നിട്ടുണ്ട്, 5 + 5 എന്ന് തന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് 4 × 5 = 20, 15 + 5 = 20, പിന്നെ 10 × 2 10 പ്രാവശ്യം 2 എഴുതിയാൽ 20, 4 × 5 എഴുതിയാൽ 20. ഇതും ഒരു പാറ്റേൺ ആണ് അല്ലേ. 40യെ 4 ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എത്രയാണ്? 10 + 10 + 10 + 10 ആണ് അവിടെ വരുന്നത് അല്ലേ. 4 10 ആഡ് ചെയ്താലാണ് നമുക്ക് 40 എന്ന് കിട്ടുക. ഇനി 10നെ ഡിവൈഡ് ചെയ്തിട്ട് 5 + 5 എന്നാക്കിയിട്ടുണ്ട്. അത് 4 എണ്ണവും ചെയ്തിട്ടുണ്ട്, പക്ഷേ ചില കോളത്തിൽ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എല്ലാം 5 എന്ന് എഴുതി ചേർക്കണം. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു നമ്പർ പാറ്റേൺ ഇങ്ങനെ വരും. ഇനി 10 = 5 + 5, 20 = 4 × 5, 30 = 6 × 5, 40 = 8 × 5. നെക്സ്റ്റ് ബൈസിക്കിൾസ് ആൻഡ് വീൽസ്. സൈക്കിളുകളും അവയുടെ ചക്രങ്ങളും. 3 bicycles. How many wheels? 3 ബൈസിക്കിൾസ് ആകുമ്പോൾ ഒരു ബൈസിക്കിളിന് 2 വീലാണ് അല്ലേ. അപ്പോൾ 3 ബൈസിക്കിളിന് 3 × 2 = 6. നെക്സ്റ്റ് 6 bicycles. How many wheels? 6 × 2 = 12. ലാസ്റ്റ് 5 bicycles. How many wheels? 5 ബൈസിക്കിളിന് എത്ര വീലുണ്ട്? 5 × 2 = 10. നമ്പർ ഓഫ് വീൽസ്, നമ്പർ ഓഫ് ബൈസിക്കിൾസ്. ആദ്യത്തേത് 6 വീൽസ്. 6 വീൽസ് ഉണ്ടാവുമ്പോൾ എത്ര ബൈസിക്കിൾ ഉണ്ടാകും? 3. 3 ബൈസിക്കിൾ ആയിരിക്കും അല്ലേ. 3 × 2 = 6. നെക്സ്റ്റ് 6 ബൈസിക്കിൾ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 6 × 2 = 12. അടുത്തത് 5. 5 × 2 = 10. നെക്സ്റ്റ് 14 വീൽസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ എത്ര സൈക്കിൾസ് ഉണ്ടായിരിക്കും? 7 × 2 = 14. നെക്സ്റ്റ് 2 വീൽസ് ആണ്. അപ്പോൾ 1 ബൈസിക്കിൾ. നെക്സ്റ്റ് 16 വീൽസ്. ബൈസിക്കിൾ 8. 8 × 2 = 16. നെക്സ്റ്റ് 10 ബൈസിക്കിൾസ് ആണ്. അപ്പോൾ 10 × 2 = 20 വീൽസ്. റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ്. മിസ്സിംഗ് നമ്പേഴ്സ് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. 10 × 2 = 20, 8 × 2 = 16, 6 × 2 = 12. നെക്സ്റ്റ് 4 × 2 = 8, 2 × 2 4, 1 × 2 2, 3 × 2 6, 5 × 2 10, 7 × 2 14, 9 × 2 18. ഫിൽ ഇൻ ദ മിസ്സിംഗ് നമ്പേഴ്സ്. മിസ്സായിട്ടുള്ള നമ്പേഴ്സ് എഴുതണം. 1 2 കഴിഞ്ഞിട്ട് പിന്നെ ഒരു കോളം ബ്ലാങ്ക് ആണ്. നെക്സ്റ്റ് 4 5 6. അപ്പോൾ എത്രയായിരിക്കും? 1 2 3 4 5 6 7 8 9 10. നെക്സ്റ്റ് 2 4 6. 2 + 2 4, 4 + 2 6. 2 അഡീഷൻ ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ 6 + 2 8. പിന്നെ വരുന്നത് 10 12 14 16 18 20. ജോയിൻ ദ ഈക്വൽ വൺസ്. ഈക്വൽ ആയിട്ടുള്ളത് ജോയിൻ ചെയ്യണം. ആദ്യത്തേത് നോക്കൂ. 5 × 5 25. ഇനി ബാക്കിയുള്ളത് ജോയിൻ ചെയ്ത് നോക്കാം. 1 × 5 5, 2 × 5 10, 3 × 5 15, 4 × 5 20, 6 × 5 30. ഇതൊക്കെയാണ് നമ്മൾ ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയത്. റൈറ്റ് ദ നമ്പേഴ്സ് ജോയിൻഡ് എബോവ്. നമ്മൾ ജോയിൻ ചെയ്തത് അവിടെ എഴുതണം. 5 × 5 25, 1 × 5 5, 2 × 5 10, 3 × 5 15, 4 × 5 20, 6 × 5 30. ഫിൽ ഇൻ ദ സർക്കിൾസ്. സർക്കിൾസ് ഫില്ല് ചെയ്യണം. 10 × 5 50, 9 × 5 45, 8 × 5 40. 10 9 8 ഇങ്ങോട്ട് കുറഞ്ഞു വരുന്നതാണ് അല്ലേ. അപ്പോൾ 7 × 5 35, 6 × 5 30, 5 × 5 25, 4 × 5 20, 3 × 5 15, 2 × 5 10, 1 × 5 5. ഹൗ മെനി ബോക്സസ്. എത്ര ബോക്സുകൾ?
ആദ്യത്തേത് നോക്കൂ. ഹൗ മെനി ബോക്സസ് ആർ കളേർഡ്. എത്ര ബോക്സിനാണ് കളർ കൊടുത്തിട്ടുള്ളത്? 1 2 2 ബോക്സ് അല്ലേ. ഹൗ മെനി ബോക്സസ് ഇൻ ടോട്ടൽ. എത്ര ബോക്സസ് ആണ് ഉള്ളത്? ആദ്യത്തെ ബോക്സിൽ 1 2 3 4 5 ആണ്. അങ്ങനെയുള്ള 2 എണ്ണമാണ് ഉള്ളത് അല്ലേ. അപ്പോൾ 2 × 5 = 10. നെക്സ്റ്റ്, ഹൗ മെനി ബോക്സസ് ആർ കളേർഡ്. എത്ര ബോക്സ് ആണ് കളർ കൊടുത്തിട്ടുള്ളത്? 1 2 3. ഹൗ മെനി ബോക്സസ് ഇൻ ടോട്ടൽ. ആദ്യത്തെ ബോക്സിൽ 5 ആണ്. അങ്ങനെയുള്ള 3 ബോക്സസ് ആണ് ഉള്ളത്. 3 × 5 = 15. ഇൻ ദിസ് പിക്ചർ ഹൗ മെനി ബോക്സസ് ആർ കളേർഡ് ബ്ലൂ. എത്ര ബോക്സസ് ആണ് നീല കളർ കൊടുത്തിട്ടുള്ളത്? 1 2 3 4 5 അല്ലേ. നെക്സ്റ്റ്, ഹൗ മെനി ആർ കളേർഡ് റെഡ്. ഗ്രീൻ എന്നാണ് തെറ്റി തന്നിരിക്കുന്നത്. അവിടെ നമ്മൾ റെഡ് എന്ന് ചേർക്കണം. എത്രയാണ് റെഡ് കളർ ഉള്ളത്? 1 2 3 4 5. ഹൗ മെനി ആർ കളേർഡ് ഇൻ ടോട്ടൽ. എത്രയാണ് ടോട്ടൽ കളർ കൊടുത്തിട്ടുള്ളത്? 5 + 5 10. ഹൗ മെനി ആർ നോട്ട് കളേർഡ്. കളർ കൊടുക്കാത്തത് എത്രയാണ്? 10 ആണ്. ഹൗ മെനി സർക്കിൾസ് ആർ കളേർഡ്. എത്ര സർക്കിൾസിനാണ് കളർ കൊടുത്തിട്ടുള്ളത്? 10. ഹൗ മെനി സർക്കിൾസ് ഇൻ ടോട്ടൽ. എത്ര സർക്കിൾസ് ആണ് ഉള്ളത്? ഓരോ ലൈനിലും 5 സർക്കിൾസ് ഉണ്ട്. അങ്ങനെയുള്ള 10 ഉണ്ട് അല്ലേ. അപ്പോൾ 10 × 5 = 50. ടോട്ടൽ 50 കോളംസ് ആണുള്ളത്. ഹൗ മെനി സർക്കിൾസ് ആർ നോട്ട് കളേർഡ്. എത്ര സർക്കിൾസിനാണ് കളർ കൊടുക്കാത്തത്? 50 ആണുള്ളത്. അതിൽ 10 കളർ കൊടുത്തിട്ടുണ്ട്. 50 - 10 = 40. ഡബിളിംഗ്. കണ്ടിന്യൂ ദ പാറ്റേൺ. ഡബിൾ ചെയ്ത് ഇരട്ടിപ്പിച്ച് പോകുന്നതാണ്. 2 + 2 4 4 + 4 8 8 + 8 16 16 + 16 32. നെക്സ്റ്റ്, 3 + 3 6 6 + 6 12 12 + 12 24 24 + 24 48. 5 10 20 40. 5 + 5 10 10 + 10 20 20 + 20 40 40 + 40 80. നെക്സ്റ്റ് നോക്കൂ. 4 8 16. ഡബിൾ ചെയ്യുമ്പോൾ ലാസ്റ്റ് 16 ആണ് അല്ലേ. 16 + 16 32 32 + 32 64. ലാസ്റ്റ് 8 16 32. ഡബിൾ ചെയ്യണം അല്ലേ. അപ്പോൾ 32 കഴിഞ്ഞാൽ 32 + 32 64. 64 + 64 = 128. ജോയിൻ ഈച്ച് ടു ഇറ്റ്സ് ഡബിൾ. ഡബിളുമായി ജോയിൻ ചെയ്യാനാണ്. ആദ്യം 3 6. നെക്സ്റ്റ് തന്നിരിക്കുന്നത് 13 26 15 30 20 40 14 28 8 16 7 14 5 10. ഇതൊക്കെയാണ് ഡബിൾ ചെയ്ത് ചേർക്കേണ്ടത്. ആഫ്റ്റർ ദ ടൂർ മിഴി ബോട്ട് 8 pairs ഓഫ് ബാംഗിൾസ് ഫോർ ഹെർ ഫ്രണ്ട്സ്. ടൂർ കഴിഞ്ഞു വരുമ്പോൾ മിഴി അവളുടെ 8 ഫ്രണ്ടിനും കൂടി 8 pairs വള വാങ്ങി. ഒരു പെയർ എന്ന് പറഞ്ഞാൽ 2 നമ്പേഴ്സാണ്, 2 നമ്പേഴ്സാണ് അല്ലേ. ഹൗ മെനി ബാംഗിൾസ് ഡിഡ് ഷീ ബ്രിങ്. അപ്പോൾ എത്ര ബാംഗിൾസ് ആണ് കൊണ്ടുവന്നത്? 8 പെയർ എന്ന് പറഞ്ഞാൽ 8 × 2 അല്ലേ. അപ്പോൾ 16. ബേർഡ്സ് ഇൻ ദ നെസ്റ്റ്. പക്ഷികൾ കൂട്ടിനുള്ളിലേത്. ഫ്രം 4 pairs ഓഫ് ബേർഡ്സ് നീതു ഗേവ് 1 pair ടു ഹെർ ഫ്രണ്ട്. ഹൗ മെനി ബേർഡ്സ് ആർ ലെഫ്റ്റ് ഇൻ ദ കേജ്. 4 പെയർ ബേർഡ്സ് ഉണ്ടായിരുന്നു. ഒരു പെയർ എന്ന് പറഞ്ഞാൽ 2 ബേർഡ്സ് അല്ലേ. അങ്ങനെയുള്ള 4 പെയർ ബേർഡ്സ് ഉണ്ടായിരുന്നു. ഒരു പെയറിനെ നീതു അവളുടെ ഫ്രണ്ടിന് കൊടുത്തു. ബാക്കി ഇനി എത്രയുണ്ട്? 4 - 1 = 3 പെയർ അല്ലേ. ഹൗ മെനി പെയേഴ്സ്? 3 പെയേഴ്സ്. ഹൗ മെനി ബേർഡ്സ്? 3 × 2 = 6. 6 ബേർഡ്സ് ആണ് ഉള്ളത്. റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ്. ഒരു വെബ് പോലെയാണ് തന്നിരിക്കുന്നത് അല്ലേ. സെൻറ്ററിൽ 2 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ 1 3 2 5 4 7 6 9 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ലീഫ് പോലെ തന്നിട്ടുണ്ട്. അപ്പോൾ എക്സാമ്പിളായിട്ട് തന്നിരിക്കുന്നത് 3 × 2 = 6. 2 × 2 = 4. സെൻറ്ററിലുള്ള നമ്പറുമായി
തൊട്ടടുത്തുള്ള സംഖ്യ മൾട്ടിപ്പിൾ ചെയ്ത് എഴുതാനാണ്. അപ്പോൾ ബാക്കിയുള്ളത് കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. 5 × 2 10, 4 × 2 8, 7 × 2 14, 6 × 2 12, 9 × 2 18, 1 × 2 2. നെക്സ്റ്റ് പാറ്റേണിൽ 5 സെൻറ്ററിൽ തന്നിരിക്കുന്നു. അതുപോലെ തന്നെ ആൻസറും തന്നിട്ടുണ്ട്. 5നോട് എത്ര മൾട്ടിപ്പിൾ ചെയ്താലാണ് ആ ആൻസേഴ്സ് കിട്ടുക എന്ന് നോക്കാം. 5 × 4 = 20, 5 × 3 15, 5 × 9 45, 5 × 8 40, 5 × 10 50, 5 × 5 25, 5 × 7 35, 5 × 6 30. ഇനി സെൻറ്ററിൽ 10 ആണ് തന്നിരിക്കുന്നത്. ബാക്കിയുള്ളത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചെയ്ത് എഴുതണം. 10 × 3 30, 10 × 8 80, 10 × 7 70, 10 × 1 10, 10 × 5 50, 10 × 9 90, 10 × 4 40, 10 × 2 20. അതിലില്ലാത്ത 2 നമ്പേഴ്സാണ് നമ്മൾ എഴുതി ചേർത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ദ പാറ്റേൺ. ഫിൽ ഇൻ ദ ബോക്സസ് വിച്ച് ആർ നോട്ട് കളേർഡ് ആൻഡ് കംപ്ലീറ്റ് ദ പാറ്റേൺ. വിട്ടുപോയ ഭാഗങ്ങൾ ഫില്ല് ചെയ്യണം. അതുപോലെ തന്നെ കളർ കൊടുത്ത ഭാഗത്ത് ഫില്ല് ചെയ്യേണ്ടതില്ല. അപ്പോൾ ആദ്യത്തെ ലൈൻ നോക്കൂ. 1 2 3 4 5 6 7 8 9 10 എന്ന് കൊടുത്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആണ് അല്ലേ? നെക്സ്റ്റ് ലൈൻ 2 4 6 2 ആഡ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അവിടെ എഴുതേണ്ടത് 2 4 6 8 10 12 14 16 18 20 എന്നാണ്. നെക്സ്റ്റ് താഴേക്ക് നോക്കാം. 2 4 6 8 10 12 14 16 18 20. അപ്പോൾ അവിടെയും കംപ്ലീറ്റ് ആണ്. ഇനി സെൻറ്ററിൽ നോക്കാം. 5 10 5 ആഡ് ചെയ്ത് പോകുന്നതാണ്. 15 20 25 30 35 40 45 50. ഇനി താഴെ 10 20 30 40 50 60 70 80 90 100 10 ഡിഫറൻസിൽ വരുന്നതാണ് കംപ്ലീറ്റ് ചെയ്തത്. നെക്സ്റ്റ് ഏറ്റവും സെൻറ്ററിലായിട്ട് 5 10 15 20 25 എന്ന് വരെയുണ്ട്. നെക്സ്റ്റ് വരുന്നത് 30 35 40 45 50 5 ഡിഫറൻസ് അല്ലേ? ഇനി ലാസ്റ്റ് കോളമാണ് 10 20 30 40 50 60 70 80 90 100. അതും 10 ഡിഫറൻസിലാണ് താഴേക്ക്. അപ്പോൾ നമ്മൾ എല്ലാ കോളവും ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഫിൽ ഇൻ ദ ബോക്സസ് ഫില്ല് ചെയ്യണം. 2 4 6 2 ഡിഫറൻസ് ആണ് അല്ലേ? അതുപോലെ തന്നെ 5 10 15 5 ആണ് വരുന്നത്. ലാസ്റ്റ് 40 50 10 ഡിഫറൻസ് ആണ്. അപ്പോൾ ആദ്യത്തേത് 2 4 6 8 10 12 14. രണ്ടാമത്തേത് 5 10 15 20 25 30 35. ഇനി ലാസ്റ്റ് 10 ഡിഫറൻസ് ആണ് അല്ലേ? അപ്പോൾ എത്രയാണ്? 10 20 30 40 50 60 70 അങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ടെക്സ്റ്റിൽ ഇല്ലാത്ത അഡീഷണൽ വർക്ക്ഷീറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സർക്കിളിൽ 2 × 3 = 6 എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. ഈ തന്നിരിക്കുന്നത് ഓരോ നമ്പേഴ്സിനെയും ഹാഫ് ആക്കാനാണ്. നോക്കൂ, 14 എന്ന് പറയുന്നത് 7 + 7 ആണ്. അതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്യണം. മൾട്ടിപ്പിൾ ചെയ്ത് അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ച് എഴുതാനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും 5ൻ്റെ ടേബിൾ അറിയാമല്ലോ. അപ്പോൾ അത് പഠിച്ച് ചെയ്ത് നോക്കണം. നെക്സ്റ്റ് 4 + 4 + 4. 4 × 4 എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷനിൽ വരുമ്പോൾ എങ്ങനെ എഴുതും? 3 × 4 അല്ലേ? ബാക്കിയുള്ളതും അതുപോലെ തന്നെ എഴുതണം. ആൻസർ എഴുതണമെന്നില്ല. ഇവിടെ നേരെ മറിച്ചാണ്. മൾട്ടിപ്ലിക്കേഷൻ ഫോം തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അഡീഷനിൽ എഴുതുക എന്നാണ്. 3 × 6 6 3 പ്രാവശ്യം. അതുപോലെ ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്യണം. ഇതിൽ നോക്കൂ, എക്സാമ്പിൾ തന്നിരിക്കുന്നത് 2 rows of 3. 2 വരികളിൽ 3 എണ്ണം വീതം. അപ്പോൾ 2 × 3 = 6. ബാക്കിയുള്ളത് അതുപോലെ കംപ്ലീറ്റ് ചെയ്യണം. മൾട്ടിപ്പിൾ ഫോമും അതുപോലെ തന്നെ അഡീഷനും ചെയ്യാനുണ്ട്. ഇതും അതുപോലെ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് തന്നിരിക്കുന്നത് ഡാഷ് ഗ്രൂപ്പ്സ് ഓഫ് ഡാഷ് എന്നാണ്. എത്ര ഗ്രൂപ്പുണ്ട്, അത് എത്ര എണ്ണം വീതമാണ്.
ആദ്യത്തേത് 8 ഗ്രൂപ്പ്സ് ഓഫ് 2 എന്നാണ് അല്ലേ, രണ്ടുകളുടെ 8 കൂട്ടങ്ങൾ. ബാക്കിയുള്ളതും കൗണ്ട് ചെയ്ത് എഴുതണം. ഇതിൽ എത്ര ഗ്രൂപ്പ്സ് ആണെന്നും എത്ര വീതമാണെന്നും പറഞ്ഞിട്ടുണ്ട്. അത് വരച്ച് ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 7 ഗ്രൂപ്പ്സ് ഓഫ് 1, 7 ഗ്രൂപ്പ്സ് ഉണ്ട്, ഓരോന്ന് വീതമുള്ളത്. അങ്ങനെ വരയ്ക്കണം. ബാക്കിയുള്ളതും അതുപോലെ തന്നെ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് കളർ ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ മൾട്ടിപ്പിൾ ഫോം എഴുതാനും പറഞ്ഞിട്ടുണ്ട്. 4 + 4 + 4 + 4. അപ്പോൾ കളർ കൊടുത്ത് ചെയ്യണം. ഇതും അതുപോലെ തന്നെയാണ്. ഇത് വരച്ച് ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 4 + 4 + 4 + 4 = 16 സർക്കിൾസ് ആണ് വരയ്ക്കേണ്ടത്. ഇതും അതുപോലെ തന്നെ സർക്കിൾസ് വരച്ച് ചേർക്കണം. ഫിൽ ഇൻ ദ മിസ്സിംഗ് നമ്പേഴ്സ് എഴുതണം. 12, 16 അവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 13, 14, 15, 16 4 ആഡ് ചെയ്യുമ്പോഴാണ് അല്ലേ. അടുത്തത് 32, 36 അത് തമ്മിലുള്ള ഡിഫറൻസും 4 ആണ്. മൂന്നാമത്തേത് നോക്കൂ, 4, 8 അവ തമ്മിലുള്ള ഡിഫറൻസും 4 ആണ്. അപ്പോൾ ബാക്കിയുള്ളത് 4 ആഡ് ചെയ്ത് എഴുതി പോകണം. ഇതും രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് എന്ന് നോക്കി അത് ആഡ് ചെയ്ത് പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. കൗണ്ട് ബൈ 3s 3 കൂട്ടി പോകണം. കൗണ്ട് ബൈ 4s 4 ആണ് രണ്ടാമത്തേതിൽ കൂട്ടി പോകേണ്ടത്. ഇതിൽ അഡീഷനും ചെയ്യണം, അതുപോലെ തന്നെ മൾട്ടിപ്പിളും ചെയ്യണം. ഓരോന്നും കണ്ടുപിടിച്ച് മൾട്ടിപ്പിൾ ചെയ്യാനാണ് തന്നിരിക്കുന്നത്. 2 ഗ്രൂപ്പ്സ് ഓഫ് 3 ആണ് അല്ലേ. 3യുടെ 2 കൂട്ടങ്ങൾ, അപ്പോൾ 2 × 3 = 6. ബാക്കിയുള്ളതും അതുപോലെ തന്നെ നോക്കി ചെയ്യണം. നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ് ആണ്. ഓരോന്നിൻ്റെ ആൻസറുമായി ലൈൻ ചെയ്ത് യോജിപ്പിക്കണം. ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഫോമും അതുപോലെ തന്നെ ആൻസറും എഴുതി ചേർക്കണം. സെയിം തന്നെയാണ് ഈ വർക്ക്ഷീറ്റും. ഇതിലും കൗണ്ട് ചെയ്ത് അഡീഷൻ ഫോമും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഫോമും എഴുതി ആൻസർ കണ്ടുപിടിച്ച് എഴുതണം. നെക്സ്റ്റ് തന്നിരിക്കുന്നതും സെയിം വർക്ക്ഷീറ്റ് തന്നെയാണ്. കൗണ്ട് ബൈ 10s വിട്ടുപോയത് 10s വെച്ച് ഫില്ല് ചെയ്യുക. നെക്സ്റ്റ് വിട്ടുപോയ കോളങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് 2 കഴിഞ്ഞാൽ പിന്നെ ഒരു കോളം ബ്ലാങ്ക് ആണ്, പിന്നെ തന്നിരിക്കുന്നത് 6 ആണ്. അപ്പോൾ 2 കഴിഞ്ഞാൽ 3, 4, 5, 6 4 ഡിഫറൻസ് ആണ് അല്ലേ. അപ്പോൾ നടുവിൽ എത്രയായിരിക്കും? 2 കഴിഞ്ഞാൽ 4, 4 കഴിഞ്ഞാൽ 6, 2 ആണ് കൗണ്ട് ചെയ്ത് അഡീഷൻ ചെയ്ത് പോകേണ്ടത്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലുള്ള വർക്ക്ഷീറ്റിന് പുറമെ അഡീഷനായിട്ട് തന്നിരിക്കുന്ന വർക്ക്ഷീറ്റ്സ് കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ ഡിയേഴ്സ്, സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.